മക്കളെ, അപ്പോൾ നമ്മൾ മാത്സ് പ്രാക്ടിക്കൽസിൽ ലാബ് നമ്പർ 19 ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എടാ നമ്മൾ ലാബ് 18 ആയിട്ട് ഫംഗ്ഷൻസിനെ കുറിച്ച് പഠിച്ചു അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കറക്റ്റ് ആയിട്ട് ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ്, ഫംഗ്ഷന്റെ ഗ്രാഫ് കണ്ടാൽ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, അതുപോലെ വാട്ട് ഈസ് എ 1 1 ഫംഗ്ഷൻ, ഓൺ ടു ഫംഗ്ഷൻ എന്നൊക്കെ അറിയണ്ടാവും. ഇനി 1 1 അല്ലാത്ത ഫംഗ്ഷൻ അല്ലെങ്കിൽ ഓൺ ടു അല്ലാത്ത ഫംഗ്ഷനെ ഒക്കെ ഡൊമെയിനും റേഞ്ചും ഒക്കെ റെസ്ട്രിക്ട് ചെയ്ത് എങ്ങനെ 1 1 ആക്കാം, ഓൺ ടു ആക്കാം എന്നൊക്കെ നമ്മൾ ലാബ് 18 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആവുക അല്ലെങ്കിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴാണ്? ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആവുമ്പോഴാണ് അല്ലേ? അതായത് ഫംഗ്ഷൻ 1 1 ഓൺ ടു ആവണം. എല്ലാ കേസസിലും 1 1 ഓൺ ടു ആവണമെന്നില്ല. അപ്പം നമ്മൾ റെസ്ട്രിക്റ്റ് ഒക്കെ ചെയ്ത് 1 1 ഓൺ ടു ആക്കിയിട്ടാണ് എന്തിലേക്ക് കടക്കുക? ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യാന്നുള്ള പ്രോസസ്സിലേക്ക് കടക്കുക. സോ ഇവിടെ നമുക്ക് ഒരു ഫംഗ്ഷൻ തന്നാൽ എങ്ങനെ അതിന്റെ എഫ് ഇൻവേഴ്സ് ഉണ്ടാവും എന്നുള്ളത് ഇമാജിൻ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എഫ് ഇൻവേഴ്സ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലാബ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യം 3 ആക്ടിവിറ്റീസ് ആണ് ഇവിടെ നമുക്ക് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ എന്താ നമ്മുടെ ലാബിന്റെ എയിം എന്ന് പറയുന്നത്? ടു എക്സ്പ്ലോർ ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻസ്. കോൺസെപ്റ്റ്സ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ബൈജക്റ്റീവ് ഫംഗ്ഷൻസ്, ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ, കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ്. ആക്ച്വലി ഈ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് 4th ആക്ടിവിറ്റി വരുന്നുണ്ട്, പക്ഷേ അതിപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. സോ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. നമുക്ക് പ്രൊസീജിയർ 1 by 1 ആയിട്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഒന്നിച്ച് വായിക്കുന്നില്ല, നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോ കേട്ടോ. പോസ് ചെയ്തിട്ട് നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്ത് പോവാം. സോ ആദ്യം ഡ്രോ ദി ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം നമുക്കറിയാം വെറുതെ എക്സ് സ്ക്വയർ എന്ന് എടുത്താൽ ഫംഗ്ഷൻ 1 1 അല്ല, നമുക്കറിയാം അല്ലേ? സോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം കേട്ടോ. വെറുതെ എക്സ് സ്ക്വയർ എടുത്തിട്ടും റെസ്ട്രിക്ട് ചെയ്തിട്ടും നമുക്ക് നോക്കാം. സോ ഞാൻ ആദ്യം ജിയോജിബ്രയിലേക്ക് പോയിട്ട് കൺട്രോൾ എം കൊടുത്ത് സ്റ്റാൻഡേർഡ് വ്യൂ ആക്കുന്നുണ്ട്. ഇനി ഇൻപുട്ടിൽ ഞാൻ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുക്കുകയാണ്. സോ എക്സ് ഷിഫ്റ്റ് ക്യാപ് സ്ക്വയർ. സോ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ ഇതിലൂടെ ഇങ്ങനെ വരച്ചു നോക്കിയാൽ 2 പോയിന്റിൽ ആ ലൈൻ മീറ്റ് ചെയ്യും അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും -1ന്റെയും 1ന്റെയും ഇമേജ് സെയിം ആണ്, -2ന്റെയും 2ന്റെയും ഇമേജ് സെയിം ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് 1 1 എന്ന് പറയാൻ പറ്റും. 1 1 ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? റെസ്ട്രിക്ഷൻ കൊടുക്കുന്നത്. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് നമ്മൾ റെസ്ട്രിക്ഷൻ കൊടുക്കുന്നു. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഫോം ആയി. എഫ് ഓഫ് എക്സ് നെയിം ചെയ്തിട്ടില്ലെങ്കിലും ഡിഫോൾട്ട് ആയിട്ട് അത് എഫ് ഓഫ് എക്സ് നാട്ടോ വരിക. അതുകൊണ്ടാണ് ഞാൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാത്തത്. അടുത്ത ഫംഗ്ഷൻ ജി എച്ച് ആ ഓർഡറിൽ അത് പോവും. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് നമുക്ക് കിട്ടി. ദിസ് ഇസ് 1 1 എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇനി നമുക്ക് എന്ത് വേണം? യെസ്, ക്രിയേറ്റ് എ സ്ലൈഡർ എ, പ്ലോട്ട് ദി പോയിന്റ് എ 0 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആദ്യം നമുക്ക് സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാം. സ്ലൈഡർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? സ്ലൈഡറിൽ ക്ലിക്ക് ചെയ്തു. യെസ്, ഇനി നമ്മൾ സ്ലൈഡർ എ എന്ന് പറയുന്ന സ്ലൈഡർ തന്നെ ആയിക്കോട്ടെ. ഇൻക്രിമെന്റ് ഒന്നും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല, ഞാൻ 0.1 എന്ന് എടുക്കുന്നുണ്ട്. നമുക്ക് വാല്യൂസ് ഫൈൻഡ് ചെയ്യാൻ എളുപ്പം അതാണ്. സോ മൂവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പോകാൻ 0.1 എടുക്കാം നമുക്ക്. ഓക്കെ കൊടുത്താൽ നമുക്ക് ഇവിടെ ഒരു സ്ലൈഡർ ഫോം ആയിട്ടുണ്ട്. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? പ്ലോട്ട് ദി പോയിന്റ് എ 0 എന്ന് പറയുന്ന പോയിന്റ് ക്രിയേറ്റ് ചെയ്യണം. സോ ഇവിടെ നമ്മൾ 0 എന്ന് പറയുന്ന പോയിന്റ് കൊടുക്കുകയാണ്. അവിടെയും നമ്മൾ എ എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഓട്ടോമാറ്റിക്കലി അത് എ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വരിക. സോ 0 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ കൊടുക്കുകയാണ്. എ ഈക്വൽ ടു 0 ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ കണ്ടില്ലേ നിങ്ങൾക്ക് വന്നത്? യെസ്, ഇത്രയും പരിപാടികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്ലൈഡർ മൂവ് ചെയ്താൽ നമ്മുടെ പോയിന്റ് മൂവ് ചെയ്യുന്നത് കാണാം അല്ലേ? കാരണം പോയിന്റ് എന്ന് പറയുന്നത് സ്ലൈഡർ എ ആയിട്ട് റിലേറ്റ് ചെയ്ത് 0 എന്ന് പറയുന്ന പോയിന്റ് ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് എ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കാണാം. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഡ്രോ ദി ലൈൻ പാസിംഗ് ത്രൂ എ ആൻഡ് പാരലൽ ടു എക്സ് ആക്സിസ്. എയിലൂടെ പാസ് ചെയ്യുന്ന എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് ഇങ്ങനെ ഒരു ലൈൻ നമ്മളോട് വരയ്ക്കാനാണ് പറഞ്ഞത്. എങ്ങനെയാ വരയ്ക്കുക? നേരെ പോയിട്ട് ലൈൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ ഒരു പെർപെൻഡിക്കുലർ ലൈൻ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പെർപെൻഡിക്കുലർ ലൈനും പാരലൽ ലൈനും ഒക്കെ വരയ്ക്കാൻ പറ്റും. സോ പാരലൽ ലൈൻ ആണ് നമുക്ക് ഇപ്പോൾ വേണ്ടത്. നമുക്ക് എന്താ വേണ്ടത്? എയിലൂടെ പാസ് ചെയ്യണം ആൻഡ് എക്സ് ആക്സിസിന് പാരലൽ ആവണം. അപ്പം നമ്മൾ എയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് എക്സ് ആക്സിസിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്ത് വന്നു? പാരലൽ ആയിട്ട് ലൈൻ ഫോം ആയി. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? പ്ലോട്ട് ദി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ബി ഓഫ് ദി എബവ് ലൈൻ വിത്ത് ദ കർവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ പറയുന്ന ലൈനില്ലേ കർവുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ഇല്ലേ, അത് പ്ലോട്ട് ചെയ്യാനാണ് പറഞ്ഞത്. വെറുതെ പോയിട്ട് പ്ലോട്ട് ചെയ്യേണ്ട, നമ്മൾ എന്ത് ചെയ്താൽ മതി? പോയിന്റ് എടുക്കുക, അവിടെ നിങ്ങൾക്ക് ഇന്റർസെക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇന്റർസെക്ട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേണ്ടത് ഈ ഒരു ലൈനും കർവും തമ്മിലുള്ള ഇന്റർസെക്ഷൻ ആണ്. അപ്പം നമ്മൾ ലൈനും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, കർവും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് അവിടെ ഫോം ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതാ നോക്കിക്കേ. അടുത്തതായിട്ട് ഡ്രോ ദി ലൈൻ ത്രൂ ബി പെർപെൻഡിക്കുലർ ടു എക്സ് ആക്സിസ്. അടുത്തതായിട്ട് നമ്മൾ ലൈൻ ത്രൂ ബി പെർപെൻഡിക്കുലർ ടു എക്സ് ആക്സിസ്, അതായത് നേരത്തെ നമ്മൾ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് വരച്ചു, ഇനി നമുക്ക് എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ബിയിലൂടെ ഒരു ലൈൻ വരയ്ക്കണം. വീണ്ടും ആ ഒരു പാരലൽ ലൈനിൽ പോയിട്ട് പെർപെൻഡിക്കുലർ ലൈൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ടത് ബിയിലൂടെ പാസ് ചെയ്യുന്ന എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനാണ്. അത് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞ പോലെ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്താണ്? പ്ലോട്ട് ദി പോയിന്റ് സി ഓഫ് സി
പ്ലോട്ട് ദി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ സി വിത്ത് ദി എക്സ് ആക്സിസ്. അപ്പോൾ അവസാനമായിട്ട് നമ്മൾ സി എന്ന് പറയുന്ന പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, അതായത് എക്സ് ആക്സിസും ഈ ലൈനും തമ്മിലുള്ള പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കൂടി നമുക്ക് വരയ്ക്കാനുണ്ട്. അതിനുവേണ്ടി വീണ്ടും നമ്മൾ ഇന്റർസെക്റ്റ് എടുക്കുന്നു. യെസ്, ഇന്റർസെക്റ്റ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ് ആക്സിസും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കും, ഈ ഒരു ലൈനും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കും. യെസ്, വി ഗോട്ട് ദ പോയിന്റ് സി. അപ്പോൾ കറക്റ്റ് അത് മനസ്സിലാക്കുക കേട്ടോ. ഇപ്പോൾ പാരലൽ ലൈൻ ആണ്, ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന പാരലൽ ലൈൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പോയിന്റും ക്ലിക്ക് ചെയ്യും. ഏത് ലൈനാണോ പാരലൽ ആയിട്ട് വേണ്ടത്, എക്സ് ആക്സിസ് ആണെങ്കിൽ എക്സ് ആക്സിസ് ക്ലിക്ക് ചെയ്യും, വൈ ആക്സിസ് ആണെങ്കിൽ വൈ ആക്സിസ് ക്ലിക്ക് ചെയ്യും. സോ അങ്ങനെയാണ് ഇതിന്റെ ഒരു സെറ്റപ്പ്. അത് മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇത് നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ഹൈഡ് ദി ലൈൻസ് ആൻഡ് ഡ്രോ ദി ലൈൻ സെഗ്മെന്റ്സ് എ ബി ആൻഡ് ബി സി. ശരിക്കും പറഞ്ഞ ഈ ലൈൻസ് നമുക്കൊരു എന്താ പറയാ, അനാവശ്യ കാര്യമാണ്. അതായത് മൊത്തത്തിൽ നോക്കുമ്പോഴേ നമുക്ക് ആക്ച്വലി ഈ ലൈൻസ് വേണ്ടിയിരുന്നത് എ ബി സി എന്ന് പറയുന്ന പോയിന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ ലൈൻസ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ലൈൻ സെഗ്മെന്റ്സ് അല്ല, ലൈൻസ് ആയിട്ട് കിടക്കുക. അപ്പോൾ പിന്നെ ഇത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നൈസ് ആയിട്ട് ഹൈഡ് ചെയ്യാം. സോ ജി എന്ന് പറയുന്ന ലൈനിനെയും നമ്മൾ ഹൈഡ് ചെയ്യാണ്. ഏതൊക്കെയാണ് നമ്മുടെ ലൈൻ, എച്ചും ജിയും ആണ് അല്ലേ. സോ ജിയെയും നമ്മൾ ഹൈഡ് ചെയ്യുന്നുണ്ട്, എച്ചിനെയും നമ്മൾ ഹൈഡ് ചെയ്യുന്നുണ്ട്. എച്ച് എവിടെ, എച്ചിൽ പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ജിയും എച്ചും ഹൈഡ് ആയിട്ടുണ്ട്. ഇനി നമ്മളോട് കറസ്പോണ്ടിങ് ആയിട്ട് എനെയും ബിനെയും സിനെയും കണക്ട് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ്സ് അല്ലേ വരയ്ക്കാൻ പറഞ്ഞത്. ലൈനിൽ പോവുക, ലൈനിൽ നിന്ന് ലൈൻ സെഗ്മെന്റ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, എയും ബിയും ക്ലിക്ക് ചെയ്താൽ എ ബിനെ കണക്ട് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് കിട്ടും, ബിയും സിയും ക്ലിക്ക് ചെയ്താൽ ബി സിനെ കണക്ട് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് കിട്ടും. ഇത്രയും കഴിഞ്ഞാൽ ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, യെസ്, ഷോ ദി കോർഡിനേറ്റ്സ് ഓഫ് സി. സിയുടെ കോർഡിനേറ്റ്സ് ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സിയുടെ കോർഡിനേറ്റ്സ് നമുക്ക് നോക്കാം. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 1.760 എന്ന് കാണിക്കുന്നുണ്ട്. നമുക്കത് എപ്പോഴും കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒബ്ജക്ട് പ്രോപ്പർട്ടീസിൽ പോയിട്ട് നെയിം എന്ന് അവിടെ ഉണ്ടാവും, ഷോ ലേബലിൽ അവിടെ നമ്മൾ നെയിം ആൻഡ് വാല്യൂ എന്ന് കൊടുത്താൽ യു ക്യാൻ സീ ദ വാല്യൂ ഓഫ് സി. പോയിന്റ് സി എന്ന് പറയുന്നത് 1.760 ആണ്. എ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് മാറും. നമുക്കൊരു കാര്യം ചെയ്യാം, ബിയും എയും ഒക്കെ നമുക്ക് ഷോ ചെയ്യാം. സോ ബിയിലും ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നെയിം ആൻഡ് വാല്യൂ കൊടുക്കുകയാണ്, എയിലും ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നെയിം ആൻഡ് വാല്യൂ കൊടുക്കുകയാണ്. സോ ആ കോർഡിനേറ്റ്സ് ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. എന്നെ ഞാനൊന്ന് ഇത്തിരി ഇപ്പുറത്തേക്ക് പിടിച്ച് മാറ്റുന്നുണ്ട്. റൈറ്റ്, അപ്പോൾ ഇതാണ് എ ബി സിയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അതിപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ എന്തിനാ ഇതൊക്കെ ചെയ്തു വരുന്നത്, ക്വസ്റ്റ്യൻ ഇതാണ്, യൂസിംഗ് ദിസ് applet how can we find an approximate value of root a for the given value of a. ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ് സ്ക്വയറിന്റെ ഫംഗ്ഷനാണ് നമ്മൾ വരച്ചത്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നമ്മൾ ഈ പറയുന്ന അപ്ലെറ്റ് യൂസ് ചെയ്ത് എങ്ങനെയാണ് റൂട്ട് എയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യുക ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് എ. എ ആയിട്ട് അവർ 3 തരികയാണ്, 5 തരികയാണ്, 2.5 തരികയാണ്. അങ്ങനെ വാല്യൂസ് തരുമ്പോൾ എങ്ങനെ നമുക്ക് റൂട്ട് 5, റൂട്ട് 2.5 ഇവരുടെയൊക്കെ വാല്യൂസ് കാണാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, നിങ്ങളൊന്ന് പറ. ആദ്യം നമുക്ക് ഈ സി എയും എ ബിനെയും ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ നമുക്കറിയാം എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ സ്ലൈഡർ ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുവരികയാണ്. 0 എന്ന് പറയുന്ന പോയിന്റിൽ സ്ലൈഡർ ഏത് വാല്യൂ ആണ് എടുക്കുക, നിങ്ങൾ നോക്കിക്കേ. 0 എന്ന് പറയുന്ന പോയിന്റിൽ 0 എന്ന് പറയുന്ന പോയിന്റ് ആണ് ഫംഗ്ഷൻ കിടക്കുന്നത്. കാരണം എക്സിന്റെ സ്ക്വയർ, 0യുടെ സ്ക്വയർ 0 ആണ്. അപ്പോൾ 0 ആണ് നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇങ്ങനെ സ്ലൈഡർ മൂവ് ചെയ്ത് എ ഒരു 1 എടുത്തപ്പോൾ നമുക്ക് മനസ്സിലായത് ഇവിടെ 1 എന്ന് പറയുന്ന പോയിന്റ് ആണ്. അതായത് 1ന്റെ സ്ക്വയർ 1 ആണ്. സി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും 10 എന്ന് പറയുന്ന പോയിന്റ് ആണ്. അതായത് ബിയുടെയും സിയുടെയും എക്സ് കോർഡിനേറ്റ് എപ്പോഴും സെയിം ആയിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ശരിക്കും 1ന്റെ സ്ക്വയർ 1 ആണെന്നുള്ള കാര്യം അറിയാം. തിരിച്ചിതിനെ എങ്ങനെ പറയാം, സെക്കൻഡ് വരുന്ന ആളുടെ സ്ക്വയർ റൂട്ട് ആണ് ഫസ്റ്റത്തെ ആളെന്ന് പറയാം അല്ലേ. കാരണം 1ന്റെ സ്ക്വയർ ആണ് 1 എങ്കിൽ തിരിച്ച് നമുക്ക് 1ന്റെ സ്ക്വയർ റൂട്ട് ആണ് 1 എന്നും പറയാൻ പറ്റും. അത് നമുക്ക് കുറച്ചുകൂടി വലിയ വാല്യൂസിന് നന്നായിട്ട് മനസ്സിലാവും. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു 4 എടുത്ത് നോക്കിയാലോ. 4 എടുത്താൽ എന്താ സംഭവിക്കുക, 4 എടുത്താൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും 2ന്റെ സ്ക്വയർ ആണ് 4. നിങ്ങൾ ബി എന്ന് പറയുന്ന പോയിന്റ് നോക്കുക, അല്ലെങ്കിൽ സി എന്ന് പറയുന്ന പോയിന്റ് നോക്കുക. സിയിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് 20 എന്ന് കാണാം അല്ലേ. സോ ബി എന്ന് പറയുന്ന പോയിന്റിൽ 2ന്റെ സ്ക്വയർ ആണ് 4. അപ്പൊ 24 എന്ന് പറയുന്ന പോയിന്റ് ആണ്. തിരിച്ച് നമ്മളോട് റൂട്ട് 4 ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി, 4ന്റെ മുന്നേ വരുന്ന ആൾ ആരാണ്, അല്ലെങ്കിൽ സി കോർഡിനേറ്റ് നോക്കിയാൽ മതി. സോ സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ ഇവിടെ 20 എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾ കണ്ടില്ലേ. അപ്പം ഏത് പോയിന്റിന്റെ സ്ക്വയർ റൂട്ട് ആണോ വേണ്ടത് അത് നമുക്ക് എവിടെ കിട്ടും, സിയുടെ ഫസ്റ്റ് കോർഡിനേറ്റ് ആയിട്ട് കിട്ടും. ബിയുടെ ഫസ്റ്റ് കോർഡിനേറ്റ് നോക്കിയാലും മതി. പക്ഷെ നമ്മളോട് ഇവിടെ സി ആണ് അനലൈസ് ചെയ്യാൻ പറഞ്ഞത്. സി ആണ് നമുക്ക് ഇനി അടുത്ത നമ്മൾ യൂസ് ചെയ്യുന്ന അപ്ലെറ്റിലും അവർ തന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് നമുക്ക് സിയുടെ എക്സ് കോർഡിനേറ്റ് ആണ് സ്ക്വയർ റൂട്ട് എന്ന് മനസ്സിലാക്കി വെക്കാം. സോ നമുക്കിപ്പോൾ കിട്ടിയ കാര്യം ഏത് പോയിന്റിന്റെയും റൂട്ട് ഫൈൻഡ് ചെയ്യാൻ, ഇപ്പോൾ 4ന്റെ റൂട്ടാണ് വേണ്ടെങ്കിൽ കറസ്പോണ്ടിങ് സിയുടെ ഫസ്റ്റ് കോർഡിനേറ്റ് നോക്കിയാൽ 2 എന്ന് നമുക്ക് കിട്ടും. ഇനി 4 അല്ല, നമുക്കൊരു 3യുടെ റൂട്ടാണ് വേണ്ടതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 2ന്റെ റൂട്ട് ആയിക്കോട്ടെ. 2ന്റെ റൂട്ട് നമുക്ക് അറിയില്ലേ, 2ന്റെ റൂട്ടിന്റെ വാല്യൂ 1.41 ആണ് അല്ലേ. സോ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സ്ക്വയർ റൂട്ട് 2 കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, സിയുടെ ഫസ്റ്റ് കോർഡിനേറ്റ് ദാറ്റ് ഈസ് 1.41 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ബി എന്ന് പറയുന്ന പോയിന്റിൽ 1.41ന്റെ സ്ക്വയർ ആണ് 2ന്റെ സ്ക്വയർ റൂട്ട് ആണ് 1.41. ഇനി ഏത് പോയിന്റ് നമുക്ക് സ്ക്വയർ റൂട്ട് കാണണമെങ്കിലും നമ്മൾ നോക്കേണ്ടത് സിയുടെ ഫസ്റ്റ് കോർഡിനേറ്റ് ആണ്, അല്ലെങ്കിൽ ബിയുടെ ഫസ്റ്റ് കോർഡിനേറ്റ് ആണ്. കാരണം തിരിച്ച് സെക്കൻഡ് ആളുടെ റൂട്ടായിട്ട് നമുക്ക് ഫസ്റ്റ് ആളെ കിട്ടും. അപ്പൊ നമുക്ക് എന്താ നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഇവിടെ
ഫൈൻഡ് അപ്രോക്സിമേറ്റ് വാല്യൂസ് ഓഫ് റൂട്ട് 3 ആൻഡ് റൂട്ട് 4.5 ആണ് പറഞ്ഞിട്ടുള്ളത്. റൂട്ട് 3 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എനെ മൂവ് ചെയ്ത് റൂട്ട് 3യിൽ എത്തിക്കാം. റൂട്ട് 3 എന്ന് പറയുമ്പോൾ ഇവിടെ സിയുടെ ഫസ്റ്റ് കോർഡിനേറ്റ് നിങ്ങൾ നോക്കിയാൽ 1.73 എന്ന് വാല്യൂ കിട്ടും. അത് കുറച്ചുകൂടി അപ്രോക്സിമേറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലേ, ഓപ്ഷൻസിൽ റൗണ്ടിങ്ങിൽ പോയാൽ നമുക്ക് ഒരു അപ് ടു 3 ഡെസിമൽ പ്ലേസസും 4 ഒക്കെ വാല്യൂ കിട്ടും. ഞാനൊരു 3 എടുക്കുകയാണെങ്കിൽ 1.732 എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മുടെ റൂട്ട് 3 എന്ന് മനസ്സിലാവും. സോ സിയുടെ ഫസ്റ്റ് കോർഡിനേറ്റ് 1.732 ആണ്. സോ റൂട്ട് 3 ഈസ് ഈക്വൽ ടു 1.732. റൂട്ട് 4.5 എന്താണ്? റൂട്ട് 4.5 എന്ന് പറയുമ്പോൾ എനെ പിന്നെയും മൂവ് ചെയ്യിപ്പിച്ച് 4.5ൽ എത്തിക്കുക. 4.5ൽ എത്തിച്ചാൽ റൂട്ടായിട്ട് വരുന്നത് 2.121. ഇവിടെ നോക്കിക്കോ, 2.121 അല്ലെങ്കിൽ 2.121ന്റെ സ്ക്വയർ ആണ് 4.5 എന്ന് നമുക്ക് മനസ്സിലാക്കും. സോ ഒരേ ഗ്രാഫിൽ നിന്ന് നമുക്ക് സ്ക്വയറും ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആയിട്ടുള്ള സ്ക്വയർ റൂട്ടും ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് യൂസിങ് ദി കോർഡിനേറ്റ്സ് ഓഫ് എ ബി സി. ഓക്കെ ആണോ? സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആക്ടിവിറ്റി 19.2ലേക്ക് കടക്കാം. സോ ഇവിടെ ആക്ച്വലി നമുക്ക് ഒരു അപ്ലെറ്റ് യൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, ML 19.2. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത അപ്ലെറ്റ് ഇല്ലടാ, അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു അപ്ലെറ്റ് തന്നെയാണ്. അവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫംഗ്ഷൻസ് മാറ്റി കൊടുക്കാനും സ്ലൈഡർ വാല്യൂ മാറ്റി കൊടുക്കാനും രണ്ട് ഇൻപുട്ട് ബോക്സസ് അവിടെ ഉണ്ടാവും. സോ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്താലും മതി. ഞാനിവിടെ ആ ഒരു ML 19.2 ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതാണ് ഗിവൺ അപ്ലെറ്റ് എന്ന് പറയുന്നത് കേട്ടോ. കൺട്രോൾ M കൊടുത്താൽ നമ്മുടെ സ്റ്റാൻഡേർഡ് വ്യൂവിൽ വരും. സോ ഇവിടെ നോക്കിക്കേ, യെസ്, ഇവിടെ നിങ്ങൾക്ക് എ ബി സി ഒക്കെ കാണാം. ഞാനിങ്ങനെ സ്ലൈഡർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഇതാണ് നമ്മുടെ എ ബി സി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ആക്ച്വലി നിലവിലുള്ള ഫംഗ്ഷൻ 2x ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ ഫംഗ്ഷനും എയും മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമുക്കത് മാറ്റി കൊടുക്കാം. ഇവിടെ നിലവിലുള്ളത് 2x എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് യെസ്, ഇതാണ് നമ്മുടെ അപ്ലെറ്റ്. ഇനി നമുക്ക് നമ്മുടെ PDF നോക്കാം. നോക്കിക്കേ, ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് അറിയോ, ഈ ഒരു റെഡിമെയ്ഡ് അപ്ലെറ്റ് യൂസ് ചെയ്തിട്ട്, അതായത് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത അതേ സിമിലർ അപ്ലെറ്റ് ആണ്, ഫംഗ്ഷനും എയും മാറ്റി കൊടുക്കാം എളുപ്പത്തിന് വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ. സോ ഇവിടെ ആ ഒരു അപ്ലെറ്റ് യൂസ് ചെയ്തിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ക്യൂബ് റൂട്ട് ഓഫ് 4 എന്താണ്, 1/√5 എന്താണ് എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 4 ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഏത് ഫംഗ്ഷൻ ആണ് എടുക്കേണ്ടത്? നേരത്തെ ഞാൻ സ്ക്വയർ റൂട്ട് ഓഫ് 2 അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 3 ഒക്കെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി x² അല്ലേ ഫംഗ്ഷൻ ആയിട്ട് എടുത്തത്. അതേ ലോജിക്ക് ഇവിടെ യൂസ് ചെയ്തടാ. x² ഇൻവേഴ്സ് ആണ് റൂട്ട് എക്സ് ആക്ച്വലി. സോ റൂട്ട് എക്സ് ഫൈൻഡ് ചെയ്യാൻ ഞാൻ എടുത്തത് x² ഫംഗ്ഷൻ ആയിരുന്നു. ഇവിടെ ക്യൂബ് റൂട്ട് ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ ആരാണ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കേണ്ടത്? x³ അല്ലേ, കാരണം x³ ഇൻവേഴ്സ് ആണ് x⁻⁴ എന്ന് പറയുന്നത്. x³ എന്ന് പറയുന്നത് x ആയിട്ട് മാറും അല്ലേ, അതായത് കോമ്പോസിഷൻ എടുത്താൽ അവർ ഐഡന്റിറ്റി ഫംഗ്ഷൻ ആയിട്ട് മാറും. സോ x³ ആണ് ക്യൂബ് റൂട്ട് ഓഫ് എക്സിന്റെ ഇൻവേഴ്സ്, അല്ലെങ്കിൽ തിരിച്ചിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് x³ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ഫംഗ്ഷൻ മാറ്റി കൊടുക്കാൻ പോവാണ്. ഫംഗ്ഷനിൽ ഞാൻ എഡിറ്റ് കൊടുക്കുകയാണ്, x³ എന്ന് കൊടുക്കുകയാണ് കേട്ടോ. x ഷിഫ്റ്റ് ക്യാപ് 3. സോ x³ എന്ന് കൊടുത്തപ്പോൾ നമുക്ക് എന്ത് വന്നു? x³ ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. ഇനി ഏത് പോയിന്റിലാണ് നമ്മളോട് എന്ത് കാണാൻ പറഞ്ഞിട്ടുള്ളത്? ക്യൂബ് റൂട്ട് കാണാൻ പറഞ്ഞിട്ടുള്ളത് 4ലാണ്. സോ ഞാൻ എ എന്ന് പറയുന്ന പോയിന്റ് മാറ്റി കൊടുക്കുകയാണ് 4. ഇപ്പൊ നോക്കിക്കേ, എ എന്ന് പറയുന്ന പോയിന്റിന്, അതായത് 4ന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് സി ഇവിടെ വിസിബിൾ ആണ്, 1.490. ഇതാണ് സി എന്ന് പറയുന്ന പോയിന്റ്. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു, സിയുടെ ഫസ്റ്റ് കോർഡിനേറ്റ് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഈ റൂട്ട് എക്സ് അല്ലെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് എക്സ് ഒക്കെ കിട്ടും. സോ സിയുടെ ഫസ്റ്റ് കോർഡിനേറ്റ് 1.59 ആണ്. അതാണ് നമ്മുടെ ക്യൂബ് റൂട്ട് ഓഫ് 4 എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ ഒരിക്കലും x⁻⁴ ഡയറക്റ്റ് ഫംഗ്ഷൻ അല്ല കൊടുത്തത്. ഈ ഒരു ഇൻവേഴ്സിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫംഗ്ഷൻ കൊടുത്തിട്ട് അതിന്റെ ഇൻവേഴ്സ് ആണ് കാണുന്നത്. അപ്പോൾ x³ കൊടുത്തിട്ടാണ് നമ്മൾ ക്യൂബ് റൂട്ട് എടുക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ സി എന്ന് പറയുന്ന എക്സ് ആക്സിസിലെ പോയിന്റിന്റെ ഫസ്റ്റ് കോർഡിനേറ്റ് ആണ് നോക്കുന്നത്. 1.59 നമുക്കൊന്ന് വേണമെങ്കിൽ റൗണ്ട് ചെയ്യാം കേട്ടോ. സോ റൗണ്ടിങ്ങിൽ 3 ഡെസിമൽ പ്ലേസസ് കൊടുത്താൽ 1.587. ആക്ച്വലി അതിനെ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് നമ്മൾ 1.59 എന്ന് പറഞ്ഞത്. ഈ ഒരു വാല്യൂ ആണ് നമ്മുടെ ഫംഗ്ഷൻ എടുക്കുക, അതായത് ക്യൂബ് റൂട്ട് ഓഫ് 4 എടുക്കുക. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. ഇനി വേണ്ടത് 1/√5ന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് ഫംഗ്ഷൻ കൊടുക്കുമ്പോഴാണ് നമുക്ക് 1/√5 വാല്യൂ കിട്ടുക എന്നുള്ളതാണ്. 1/√5 എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടുത്തെ ഫംഗ്ഷൻ 1/√x ആണ്. സോ എക്സിനെ നമ്മൾ √x കൊടുത്തു, റെസിപ്രോക്കലും എടുത്തു. ഫംഗ്ഷൻ ഒറിജിനൽ ഫംഗ്ഷൻ കാണണമെങ്കിൽ ജസ്റ്റ് ഈ പറയുന്ന പ്രോസസ്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ മതി, റിവേഴ്സ് ചെയ്താൽ മതി. സോ റെസിപ്രോക്കൽ എടുത്തത് നമ്മൾ നള്ളിഫൈ ആണെങ്കിൽ ഒന്നുകൂടി നമ്മൾ റെസിപ്രോക്കൽ എടുക്കുക. സോ 1/ തന്നെയാണ് വരിക. ഇനി √xനെ നള്ളിഫൈ ആണെങ്കിൽ നമ്മൾ x² എടുത്താൽ മതി, കാരണം √(x²) x ആണ് അല്ലേ. സോ 1/x² ആയിരിക്കും നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി അത് അങ്ങനെ ലോജിക്കലി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ, ഒരു പേപ്പർ എടുക്കുക, y = 1/√x എന്ന് എഴുതുക. y 1/√x ആണെങ്കിൽ √x എന്തായിരിക്കും? 1/y എന്ന് വരും. ഞാൻ ഈ പറയുന്ന സ്റ്റെപ്സ് ഒന്ന് എഴുതി നോക്കിയാൽ മതി കേട്ടോ. സോ √x = 1/y ആണെങ്കിൽ x എന്തായിരിക്കും? √xന്റെ സ്ക്വയർ ആണ് x. സോ റൈറ്റ് സൈഡിൽ സ്ക്വയർ ചെയ്യുമ്പോൾ
1/y² എന്ന് വരും. എക്സ് 1/y² ആണെങ്കിൽ ഇൻവേഴ്സ് കാണാൻ നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനെ എക്സിന്റെ ഫോമാറ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ വൈക്ക് പകരം എക്സ് ഒന്ന് കൊടുക്കും എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് കാണാൻ വേണ്ടിയിട്ട്. സോ 1/x² എന്ന് കിട്ടും നമുക്ക് ആൻസർ. അപ്പൊ ഇവിടെ 1/x² കൊടുത്താൽ നമ്മുടെ പ്രശ്നം സോൾവ് ആവും. ഫംഗ്ഷനിൽ ഞാൻ വീണ്ടും എഡിറ്റ് കൊടുക്കുകയാണ്. 1/x². ക്ലിയർ? സോ 1/x² ഞാൻ കൊടുത്തു. ഇതാണ് ഫംഗ്ഷൻ ആയിട്ട് എനിക്ക് കിട്ടുന്നത്. സോ നമുക്ക് 1/x², x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോൾ ഡയറക്റ്റ് കമാൻഡിൽ ഒരു എറർ വരുന്നതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് എങ്ങനെ കൊടുക്കാമെന്നറിയോ? ഇഫ് ആയിട്ട് കമാൻഡ് ആയിട്ട് കൊടുക്കാം. സോ ഇഫ് നമുക്ക് എന്ത് കൊടുക്കാം? ബ്രാക്കറ്റിന്റെ അകത്ത് x ഗ്രേറ്റർ ദാൻ 0 എന്നിട്ട് നമുക്ക് 1/x² കൊടുക്കാം. അപ്പോൾ നമുക്ക് റിക്വയർഡ് ഫംഗ്ഷൻ കിട്ടിയിട്ടുണ്ട്. ഗ്രേറ്റർ ദാൻ 0 ആയാലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയാലും കുഴപ്പമില്ല. കാരണം 1/x² എന്ന് പറയുന്ന ഫംഗ്ഷൻ ആക്ച്വലി 0ൽ ഡിഫൈൻഡ് അല്ല. സോ ഇഫ് x ഗ്രേറ്റർ ദാൻ 0 1/x² എന്ന് കൊടുത്തപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് 1 ആയിട്ട് ഫംഗ്ഷൻ കിട്ടിയിട്ടുണ്ട്. സോ ജനറലി അവിടെ തന്നെ നമുക്ക് x ഗ്രേറ്റർ ദാൻ 0 ആഡ് ചെയ്യുമ്പോൾ കിട്ടേണ്ടതാണ്. ഇങ്ങനെ എറർ വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാന്നറിയോ? ഇൻപുട്ടിൽ താഴെ ഇൻപുട്ട് ബാറിൽ വന്നിട്ട് ഒന്നുകൂടി ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഇതേപോലെ നമ്മുടെ കമാൻഡ് ആയിട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ഫംഗ്ഷൻ 1 ആയിട്ട് കിട്ടി. ഇനി എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? വി നീഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് 1/√5. സോ ഈ 1/√5 എന്ന് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? എക്ക് 5 എന്ന് വാല്യൂ കൊടുക്കണം. എക്ക് 5 എന്ന് വാല്യൂ കൊടുത്തിട്ട് സിയുടെ എക്സ് കോർഡിനേറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ എക്ക് നമ്മൾ 5 എന്ന് വാല്യൂ കൊടുക്കുമ്പോൾ സിയുടെ എക്സ് കോർഡിനേറ്റ് എന്താടാ? 0.45 ആണ്. ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? റൗണ്ട് ചെയ്യാം അല്ലേ? സോ കുറച്ചുകൂടി ഡെസിമൽ പ്ലേസസിലേക്ക് നമുക്ക് മാറ്റാം. സോ ഓപ്ഷൻസിൽ നമ്മൾ റൗണ്ടിങ് കൊടുക്കുക. അല്ല അപ് ടു ഒരു 3 ഡെസിമൽ പ്ലേസസ് നമുക്ക് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, 0.447 എന്ന് വാല്യൂ കിട്ടും. വിച്ച് മീൻസ് 1/√5 is equal to 0.447. അപ്പോൾ നമ്മൾ 1/√5 അല്ലെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് സംതിങ് എന്നൊക്കെയുള്ള വാല്യൂസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കറസ്പോണ്ടിങ് ഇൻവേഴ്സ് എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തത്. x³ അല്ലെങ്കിൽ 1/x² പോലെയുള്ള ഫംഗ്ഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിന്റെ ഗ്രാഫിൽ നിന്ന് സി എന്ന് പറയുന്ന കോർഡിനേറ്റിന്റെ സി എന്ന് പറയുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എടുത്തിട്ട് നമ്മൾ റിക്വയർഡ് വാല്യൂസ് എടുത്തു. സോ ഇതായിരുന്നു നമ്മുടെ ആക്ടിവിറ്റി 19.2 എന്ന് പറയുന്നത്. ഇനി നമുക്ക് 19.3ലേക്ക് കടക്കാം. കുറച്ചുകൂടി വലിയൊരു ആക്ടിവിറ്റി ആയിട്ട് വരുന്നത് അതാണ്. അതായത് ഡയറക്റ്റ്ലി നമ്മുടെ ഇൻവേഴ്സും ഫംഗ്ഷനും ഇൻവേഴ്സും ഒന്നിച്ച് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കേസാണ്. ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് ദി ഫംഗ്ഷൻ f of x is equal to x³. ഡ്രോ ദി ഗ്രാഫ് ഓഫ് f of x ആൻഡ് f ഇൻവേഴ്സ് ഓഫ് x എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഡ്രോ ദി ലൈൻ y equal to x. സോ ഇവിടെ x³ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് f of x ഉം f ഇൻവേഴ്സ് ഓഫ് x ഉം വരയ്ക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ന്യൂ വിൻഡോ ക്രിയേറ്റ് ചെയ്യാം. സോ ഫയൽ, ന്യൂ വിൻഡോ, അങ്ങനെ പുതിയൊരു വിൻഡോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കൺട്രോൾ M കൊടുത്ത് നമ്മൾ അതിനെ സ്റ്റാൻഡേർഡ് വ്യൂ ആക്കിയിട്ടുണ്ട്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? f of x is equal to x³ ഗ്രാഫും അതിന്റെ ഇൻവേഴ്സിന്റെ ഗ്രാഫും നമ്മളോട് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം f of x is equal to x³ ഗ്രാഫ് ഇവിടെ കൊടുക്കാം. സോ x³ എന്ന് കൊടുത്താൽ നമുക്ക് f of x is equal to x³ എന്ന് പറഞ്ഞ ഗ്രാഫ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻവേഴ്സ് കാണാൻ നമുക്കറിയാം x³ ഇൻവേഴ്സ് എന്താടാ? x raised to 1/3 ആണല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടേ ഉള്ളൂ. സംതിങ് raised to 1/3 കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? x³ ഗ്രാഫ് വരച്ചിട്ട് അവിടെ നിന്ന് സിയുടെ ഫസ്റ്റ് കോർഡിനേറ്റ് എടുക്കുക ചെയ്തത്. സോ ഇൻവേഴ്സ് എന്ന് പറയുന്നത് x raised to 1/3 ആണ്. അത് നമ്മൾ x raised to 1/3 x raised to 1/3 കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? യെസ്, g of x is equal to x raised to 1/3 ഗ്രാഫ് കിട്ടി. ഇനി ഇതേ g of x ന്റെ ഗ്രാഫ് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തും യൂസ് ചെയ്യാന്നറിയോ? കമാൻഡ് ആയിട്ട് ഇൻവേർട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കമാൻഡ് കൊടുക്കാം. സോ ഇൻവേർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ മെട്രിക്സും ഫംഗ്ഷനും നിങ്ങൾക്ക് കാണാം. അവിടെ ഫംഗ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. സോ ഇൻവേർട്ട്, ഒരു മിനിറ്റ് എടാ, ഇൻവേർട്ടിൽ ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എന്തോ ഒരു എറർ വരുന്നുണ്ട്. ആക്ച്വലി ഇൻവേർട്ടിൽ പോയിട്ട് നമുക്ക് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും എന്നറിയോ? ക്യൂബ് റൂട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് അവർ തന്നെ തരും. അതായത് x raised to 1/3 നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും ഇൻവേർട്ട് എഫ് എന്ന് പറയുന്ന കമാൻഡ് കൊടുത്താൽ h of x എന്ന് പറയുന്ന അടുത്തൊരു ഫംഗ്ഷൻ അവിടെ ഫോം ആയി, ക്യൂബ് റൂട്ട് ഓഫ് എക്സ്. നിങ്ങൾക്ക് കാണുന്നില്ല, അത് ബ്ലൂ കളറിൽ. അതായത് g of x ഞാൻ ഹൈഡ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് h of x കാണാം, x raised to 1/3 ആണ്. ഇനി ഞാൻ h of x ഹൈഡ് ചെയ്ത് g of x ഓപ്പൺ ആക്കിയാൽ നിങ്ങൾക്ക് കാണുന്നതും x raised to 1/3 ആണ്. ചുരുക്കി പറഞ്ഞാൽ ഇൻവേർട്ട് ഫംഗ്ഷൻ കൊടുത്തിട്ടും അല്ലാണ്ട് നമ്മുടെ ലോജിക്കലിയും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഇൻവേഴ്സ് എന്ന് പറയുന്നത് എക്സാക്ട്ലി സെയിം ആണ്. ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? യെസ്, ഡ്രോ ദി ലൈൻ y equal to x എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എഫും f ഇൻവേഴ്സ് ഓഫ് x ഉണ്ട്. ഇനി y equal to x വരച്ച് എഫും f ഇൻവേഴ്സും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി വീണ്ടും ഇൻപുട്ട് ബാറിൽ നമ്മൾ y is equal to x എന്ന് കൊടുക്കുകയാണ്. y is equal to x. നോക്കിക്കേ, y equal to x എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? ആദ്യം ഗ്രീൻ ലൈൻ ആണ് നമ്മുടെ f എന്ന് പറയുന്ന ഫംഗ്ഷൻ, റെഡ് ആണ് നമ്മുടെ റെഡ് കർവ് ആണ് നമ്മുടെ f ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ ഇവിടെ y equal to x എന്ന് പറയുന്ന ലൈൻ നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കറക്റ്റ് ഈ ഒരു ലൈൻ നമ്മുടെ ഒരു മിറർ പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഫംഗ്ഷന്റെ കറക്റ്റ് മിറർ ഇമേജ് ആണ് റെഡ് ആയിട്ട് വരുന്നത്.
എഫിന്റെ മിറർ ഇമേജ് ആണ് റെഡ് ആയിട്ട് വരുന്നത്. നോക്കിക്കേ, എഫ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രീൻ ഫംഗ്ഷൻ ആണ്. അവിടെ നമ്മൾ ഈ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ കറക്റ്റ് ഈ ഒരു പീസ്, ഇപ്പൊ നിങ്ങൾ ഈ ഒരു പീസ് നോക്കുകയാണെങ്കിൽ ഇതേ പീസ് ഇതാ തിരിച്ചു വരികയാണ് മിറർ ഇമേജ് ആയിട്ട്. സിമിലർലി ഈ ഒരു പീസ് നോക്കുകയാണെങ്കിൽ അതിന്റെ മിറർ ഇമേജ് ആയിട്ട് ഇത് വരുന്നുണ്ട്. സോ ദേ ആർ മിറർ ഇമേജസ് ഓഫ് ഈച്ച് അതർ. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ ഒരു y = x എന്ന് പറയുന്ന ലൈനിന്റെ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ മിറർ ഇമേജ് ആയിട്ട്, റിഫ്ലക്ഷൻ എന്ന് പറയാം അല്ലെ, സോ റിഫ്ലക്ഷൻ ആയിട്ടാണ് നമ്മുടെ എഫ് ഇൻവേഴ്സ് വരുന്നതെന്നാണ്. ഈ റിഫ്ലക്ഷൻ ഉറപ്പ് വരുത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് അറിയോ, റിഫ്ലക്ഷനും ടൂൾ ഉണ്ട് കേട്ടോ. സോ ഇവിടെ റിഫ്ലക്ട് അബൌട്ട് ലൈൻ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്തെടുത്ത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് റിഫ്ലക്ട് അബൌട്ട് ലൈൻ ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കുന്ന അറിയോ, നമുക്കിവിടെ റിഫ്ലക്ട് ചെയ്യിപ്പിക്കേണ്ട ലൈൻ എന്ന് പറയുന്നത് ഈ ലൈനാണ്, ആൻഡ് കർവ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രീൻ കർവ് ആണ്. അത് രണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും അറിയോ, റിഫ്ലക്ഷൻ ലൈൻ കിട്ടും. അതായത് ഞാൻ ഈ g(x) ഹൈഡ് ചെയ്യാണ്. g(x) ഹൈഡ് ചെയ്താലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഈ പുതിയ വന്ന f1 എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് കേട്ടോ. സോ അത് ഗ്രീൻ കളറിൽ ഇവിടെ വരുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം കേട്ടോ. സോ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് നമുക്ക് ഇവിടെ കളറിൽ റെഡ് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്തെന്ന് പറയുന്നത്, നമ്മുടെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന റെഡ് ആണ്. അപ്പം നമ്മൾ ആക്ച്വലി എഫ് ഇൻവേഴ്സ് കൊടുക്കാണ്ട്, അതായത് നമ്മൾ എഫ് ഇൻവേഴ്സിനെ ഹൈഡ് ചെയ്തു, അതേപോലെ നമ്മുടെ ഇൻവേർട്ട് ഫംഗ്ഷൻ കൊടുത്തിട്ടുള്ള h(x) ഹൈഡ് ചെയ്തു. നമ്മൾ g(x), h(x) ഒക്കെ ഇവിടെ ഹൈഡാ. പക്ഷെ എന്നിട്ടും നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്, അത് നമ്മുടെ സെയിം ഫംഗ്ഷനാ. എന്തുകൊണ്ടാ, നമ്മൾ ചെയ്തത് റിഫ്ലക്ഷൻ ആണ്. y = x എന്ന് പറയുന്ന ലൈനിലുള്ള റിഫ്ലക്ഷൻ ആണ് നമ്മൾ എടുത്തത്, അപ്പോഴും നമുക്ക് സെയിം ഫംഗ്ഷൻ കിട്ടി. ചുരുക്കി പറഞ്ഞാൽ x⁻³ അല്ലെങ്കിൽ നമ്മുടെ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് നമുക്ക് ആൾജിബ്രിക്കലി ഫൈൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ലൈനിന്റെ റിഫ്ലക്ഷൻ എടുക്കാം, അല്ലെങ്കിൽ ഇൻവേർട്ട് എഫ് എന്ന് പറയുന്ന കമാൻഡ് ആയിട്ട് കൊടുക്കാം. ഈ ഇൻവേർട്ട് എഫ് കൊടുക്കുമ്പോഴുള്ള പ്രശ്നം, കൂടുതൽ എക്സുകൾ ഉള്ള, അതായത് ഒന്നിലധികം എക്സ് ഉള്ള ഫംഗ്ഷൻസ് ആണെങ്കിൽ ഇപ്പോൾ 3x² + 5x + 2 അല്ലെങ്കിൽ x/x + 2 ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിന് നമുക്ക് ഇൻവേർട്ട് എഫ് യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് കമാൻഡിൽ ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ നമ്മൾ എഴുതി ആൾജിബ്രിക്കലി ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ആൻഡ് റിഫ്ലക്ഷൻ വെച്ചിട്ട് നമുക്ക് അത് എന്ത് ചെയ്യാം, വെരിഫൈ ചെയ്യാൻ പറ്റും. സോ ഇനി നമ്മൾ ഓരോ ഫംഗ്ഷൻസിനും റിഫ്ലക്ഷൻ വെച്ചിട്ട് ഈ സംഗതി വെരിഫൈ ചെയ്യാൻ പോവാണ്. ഇപ്പം നമുക്ക് മനസ്സിലായത് ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ y = x എന്ന് പറയുന്ന ലൈനുമായിട്ട് ആ കർവ് ഉണ്ടാക്കുന്ന റിഫ്ലക്ഷൻ ആണ്. ആ റിഫ്ലക്ഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ റെഡ് ആയിട്ട് കാണുന്നത്. ഇതേ ഫംഗ്ഷൻ ആണ് നമ്മുടെ h(x), ഇതേ ഫംഗ്ഷൻ ആണ് നമ്മുടെ g(x). സോ പല രീതിയിൽ നമുക്ക് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഇൻവേഴ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നോക്കിക്കോ, അപ്പോൾ നമ്മൾ x³ x⁻³ ഡീൽ ചെയ്ത് കഴിഞ്ഞു. കമ്പയർ ദി ഗ്രാഫ് ഓഫ് എഫ് ആൻഡ് എഫ് ഇൻവേഴ്സ്, വാട്ട് ഡു യു ഒബ്സർവ്? നമുക്ക് മനസ്സിലായ കാര്യം നമ്മൾ പറഞ്ഞു, റിഫ്ലക്ഷൻ ആണ്. ഇഫ് യു നോ ദി ഗ്രാഫ് ഓഫ് ഫംഗ്ഷൻ എഫ്, ഹൗ ക്യാൻ വി ഡ്രോ എ റഫ് സ്കെച്ച് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഇൻവേഴ്സ്? എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അറിയാമെങ്കിൽ എഫ് ഇൻവേഴ്സ് എങ്ങനെ റഫ് ആയിട്ട് വരയ്ക്കാം? ഇപ്പം നമുക്ക് മനസ്സിലായി, നമ്മൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വരയ്ക്കുന്നു, y = x എന്ന് പറയുന്ന ലൈൻ വരയ്ക്കുന്നു. ഈ ലൈനുമായിട്ട് ഒറിജിനൽ ഫംഗ്ഷന്റെ റിഫ്ലക്ഷൻ നമ്മൾ ഏകദേശം വരച്ചാൽ മതി. അപ്പം നമുക്ക് എഫ് ഇൻവേഴ്സിന്റെ ഗ്രാഫ് കിട്ടും. സോ റഫ് ആയിട്ട് സ്കെച്ച് ചെയ്യാൻ നമുക്ക് ഈ റിഫ്ലക്ഷൻ കോൺസെപ്റ്റ് യൂസ് ചെയ്യാം. യൂസിങ് ദ ടൂൾ റിഫ്ലക്ട് അബൌട്ട് ലൈൻ, നമ്മൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളോട് പറഞ്ഞത് f(x) = x² ഗ്രാഫ് ഇതേപോലെ വരച്ച് റിഫ്ലക്ഷൻ ഫൈൻഡ് ചെയ്യാനാണ്. അതൊരു ഫംഗ്ഷൻ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ f(x)ന് പകരം എന്ത് കൊടുക്കാം, x² എന്ന് കൊടുക്കാം. മൊത്തത്തിൽ പോയി സാരമില്ല, x². f(x) = x². നോക്കിക്കേ, f(x) ഇത് ഞാൻ ഹൈഡ് ചെയ്തിട്ടില്ല അല്ലെ, നേരത്തെ ഫംഗ്ഷന്റെ ഇവിടെ ഞാൻ ഹൈഡ് ചെയ്യാത്തത് ആക്ച്വലി അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത് ആക്ച്വലി റിഫ്ലക്ഷൻ ആണ്. ആൻഡ് ഇവിടെ ഞാൻ ഹൈഡ് ചെയ്യാത്ത g(x) എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് ചെയ്ത ഫംഗ്ഷൻ ആണ് g(x). അപ്പോൾ അത് നമ്മൾ ഹൈഡ് ചെയ്ത് കൊടുക്കണം, കാരണം അത് നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുത്ത ഫംഗ്ഷൻ ആണ്. ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കലി വരും, കാരണം ഇതിപ്പോൾ ഇൻവേർട്ട് റൂളാണ്. h(x) എന്ന് പറയുന്നത് ഇൻവേർട്ട് കൊടുത്ത് കിട്ടിയ ഫംഗ്ഷൻ ആണ്. അപ്പോൾ x² കറസ്പോണ്ടിങ് ആയിട്ട് ആ ഫംഗ്ഷൻ √x ആയിട്ട് മാറി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എന്തുണ്ട്, x² എന്ന് പറയുന്ന ഫംഗ്ഷൻ ഗ്രീൻ കളറിൽ കാണാം. ആൻഡ് ഇവിടെ സൈഡിൽ അതിന്റെ റിഫ്ലക്ഷൻ പോലെ നിങ്ങൾക്ക് ആ ഒരു ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് കാണാം, √x എന്ന് പറയുന്ന ഫംഗ്ഷൻ കാണാം. പക്ഷേ ക്വസ്റ്റൻ ഇതാണ്, √x എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫിഗർ നിങ്ങൾക്ക് കാണുന്നുണ്ട്, അതൊരു ഫംഗ്ഷൻ ആണോ? ഫംഗ്ഷൻ അല്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പോയിന്റിൽ തന്നെ നമുക്ക് വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് വെച്ചിട്ട് മനസ്സിലാവും, ഒരു പോയിന്റിൽ തന്നെ രണ്ട് ഇമേജസ് വരുന്നുണ്ട്. 5 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഒരു ഇമേജും വരും, ഈ ഒരു ഇമേജും വരും, വിച്ച് മീൻസ് ദിസ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ. ഫംഗ്ഷൻ അല്ല എന്ന് നമുക്ക് മനസ്സിലായി. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ √x ഒന്ന് ഹൈഡ് ചെയ്യാം, എന്നിട്ട് നമ്മുടെ √x ഹൈഡ് ചെയ്തിട്ട് നമ്മുടെ റിഫ്ലക്ഷൻ നോക്കാം. √x ഹൈഡ് ചെയ്താൽ ആക്ച്വലി ഇതാണ് നമ്മുടെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. സോ റിഫ്ലക്ഷൻ ഹൈഡ് ചെയ്താൽ √x മാത്രം നോക്കുകയാണെങ്കിൽ ഇതാണ് ശരിക്കും നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മൾ എടുത്ത ഫംഗ്ഷൻ 1 അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് റിഫ്ലക്ഷൻ എടുക്കുമ്പോൾ എന്ത് കിട്ടുന്നത്, കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടുന്നത്. പക്ഷേ നമുക്ക് ശരിക്കും കിട്ടേണ്ടത് എന്താണ്, ഈ ഒരു പീസ് മാത്രമാണ്. കാരണം നമ്മൾ എടുക്കുന്ന ഫംഗ്ഷൻ തന്നെ എന്ത് ചെയ്യാനുണ്ട്, നമുക്കൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ 1 ആക്കാം. 1 ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, x² കഴിഞ്ഞിട്ട്, അതായത് f(x) = x² x > 0 എന്ന് കൊടുക്കുക. f(x) = x², x > 0. ഞാൻ എൻ്റർ കൊടുക്കുമ്പോൾ
ഇപ്പം നിങ്ങൾ നോക്കിക്കേ, കറക്റ്റ് ആയിട്ട് എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് 1 1 ആണ്. ആൻഡ് നിങ്ങൾക്ക് അതിന്റെ ഇൻവേഴ്സ് ആയിട്ട് എച്ച് ഓഫ് എക്സ് റൂട്ട് എക്സ് കാണാം. റൂട്ട് എക്സും കറക്റ്റ് 1 1 2 ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ തന്നെയാണ്. ആൻഡ് y ഈക്വൽ ടു എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഈ ഫംഗ്ഷന്റെ റിഫ്ലക്ഷൻ എടുത്താൽ എക്സാക്ട്ലി സെയിം റിഫ്ലക്ഷനും എനിക്ക് കിട്ടി. ചുരുക്കി പറഞ്ഞാൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്കാരൊക്കെ സെയിം ആയിരിക്കണം. ഞാൻ റിഫ്ലക്ഷൻ എടുത്താലും ഞാൻ ഇൻവേഴ്സ് എടുത്താലും ഞാൻ പ്രോപ്പർട്ടി യൂസ് ചെയ്താലും ഒക്കെ എനിക്ക് സെയിം ഫംഗ്ഷനാണ് കിട്ടേണ്ടത്. നേരത്തെ റിഫ്ലക്ഷൻ എടുത്തപ്പോൾ എനിക്ക് കംപ്ലീറ്റ് ഗ്രാഫ് കിട്ടാൻ കാരണം കൺസിഡർ ചെയ്ത ഫംഗ്ഷൻ 1 1 ആയിരുന്നില്ല. സോ അത് ഞാൻ കറക്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ, അതായത് നമ്മൾ റൂട്ട് എക്സ് ഫംഗ്ഷൻ ആയിട്ട് മാറി. നേരത്തെ അത് ജസ്റ്റ് റിഫ്ലക്ഷൻ എടുത്തപ്പോൾ അത് ഫംഗ്ഷൻ അല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കിക്കേ, ഇവിടെ കറക്റ്റ് റിഫ്ലക്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട്, കറക്റ്റ് രണ്ടും ഫംഗ്ഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ എക്സ് സ്ക്വയറിന്റെ ഇൻവേഴ്സ് ആയിട്ടുള്ള റൂട്ട് എക്സ് ആണ് നമ്മളിപ്പോൾ ഫൈൻഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അടുത്ത നമുക്കിനി ഇതേപോലെ കുറച്ച് ഫംഗ്ഷൻസ് ടെസ്റ്റ് ചെയ്യാനുണ്ട്. സോ ഫംഗ്ഷൻ ആയിട്ട് റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2, 3x സ്ക്വയർ മൈനസ് 12x പ്ലസ് 15 ആൻഡ് എക്സ് ബൈ എക്സ് പ്ലസ് 2. ഇവരൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഓൾജിബ്രിക്കലി നമ്മളോട് ഇവരുടെ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യാനാണ്. എന്നിട്ട് നമ്മുടെ റിഫ്ലക്ഷൻ വെച്ച് ഇത് കമ്പയർ ചെയ്ത് നോക്കാനാണ്, രണ്ടും എക്സാക്ട്ലി സെയിം ആണോ എന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, ഓൾജിബ്രിക്കലി ഇവരുടെ ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യാം. സോ ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യത്തെ ഫംഗ്ഷൻ എടുക്കുകയാണ്. y ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2. നിങ്ങൾ നോക്കിക്കേ, സ്റ്റെപ്സ് നോക്കിക്കേ, എങ്ങനെയാണ് നമ്മൾ ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യുക. y ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2 ആണെങ്കിൽ അതിനെ നമ്മൾ എക്സ് ഈക്വൽ ടു എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റണം. കൂടുതൽ ഞാൻ പറയുന്നില്ല, ലാബാണിത്. സോ y ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2 ആണെങ്കിൽ ഞാൻ y സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 എന്ന് എഴുതുന്നു. ലെഫ്റ്റും റൈറ്റും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എക്സ് ഇസ് ഈക്വൽ ടു y സ്ക്വയർ മൈനസ് 2 എന്ന് എഴുതാൻ പറ്റും. ഇപ്പോൾ കംപ്ലീറ്റ്ലി എക്സ് വൈയുടെ ടേമിലായി. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ ഇതാണ് നമ്മുടെ ഇൻവേഴ്സ്, ദാറ്റ് ഇസ് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2 ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ എന്താ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത്, എക്സ് സ്ക്വയർ മൈനസ് 2 ആണ്. അപ്പോൾ ഞാനിവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്. യെസ്, ഇപ്പം നമുക്ക് കിട്ടിയ ഇൻവേഴ്സ് എക്സ് സ്ക്വയർ മൈനസ് 2 ആണ്. തന്നിട്ടുള്ള ഫംഗ്ഷൻ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2 ആണ്. അപ്പം ഞാൻ ഇവിടെ വീണ്ടും എന്ത് കൊടുക്കുകയാണ്, ഡബിൾ ക്ലിക്ക് ചെയ്ത് ഫംഗ്ഷൻ മാറ്റി കൊടുക്കുകയാണ്. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ടിന് നമ്മൾ എസ് ക്യു ആർ ടി എന്ന് പറയുന്ന കമാൻഡ് അല്ലേ കൊടുക്കുക, എസ് ക്യു ആർ ടി എന്ന് പറയുന്ന കമാൻഡാണ്. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2 അല്ലടാ, സോ എക്സ് പ്ലസ് 2 എന്ന് നമ്മൾ കൊടുക്കുന്നു. യെസ്, എൻ്റർ. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2 എന്ന് ഞാൻ കൊടുത്താലേ ഇവിടെ ഞാൻ റിഫ്ലക്ഷനൊക്കെ തൽക്കാലം ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. സോ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2 ഞാൻ കൊടുത്താൽ എനിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കിട്ടുന്നുണ്ട്, എച്ച് ഓഫ് എക്സ് അല്ലെങ്കിൽ ഇൻവേഴ്സ് ആയിട്ട് എക്സ് സ്ക്വയർ മൈനസ് 2. ഇവിടെ ഇൻവേഴ്സ് ഫംഗ്ഷന്റെ ഓപ്ഷൻ നമ്മൾ കൊടുത്തുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് അത് എക്സ് സ്ക്വയർ മൈനസ് 2 എന്ന് കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു എക്സ് ഉള്ള ഫംഗ്ഷൻ തന്നെയാണ്, അല്ലാണ്ട് നമ്മൾ ഓൾജിബ്രിക്കലി നമ്മൾ ഫൈൻഡ് ചെയ്ത് വെച്ചതാണ് റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2 കറസ്പോണ്ടിങ് ആയിട്ട് ഇൻവേഴ്സ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്ന ഇൻവേഴ്സ് ഞാൻ ഒഴിവാക്കിയാൽ ബ്ലൂ ലൈൻ അവിടെ നിന്ന് പോയി, ബ്ലൂ കർവ് അവിടെ നിന്ന് പോയി. ഇൻവേഴ്സ് ഞാൻ വരുത്തിച്ചാൽ ഈ ഇൻവേഴ്സ് ആക്ച്വലി ഒരു 1 1 ഫംഗ്ഷൻ ആണ്, ഒരിക്കലും അല്ല. ദിസ് ഇസ് നോട്ട് 1 1. അപ്പോൾ തന്നിട്ടുള്ള ഫംഗ്ഷൻ ആക്ച്വലി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ ഒരു പീസാണ്. ഈ പീസിന് കുഴപ്പമൊന്നുമില്ല, അത് 1 1 ആണ്. പക്ഷേ ഇൻവേഴ്സിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, ഇറ്റ് ഇസ് നോട്ട് 1 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രശ്നം സോൾവ് ചെയ്യണം. എങ്കിലേ നമുക്ക് നമ്മുടെ റിഫ്ലക്ഷനുമായിട്ട് അതിനെ കമ്പയർ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ റിഫ്ലക്ഷൻ എന്താണ്, റിഫ്ലക്ഷൻ എടുക്കുമ്പോൾ ഈ ഒരു പീസ് മാത്രമാണ്, ഈ ഒരു റെഡ് കളർ പീസ് മാത്രമാണ്. പക്ഷേ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ മൊത്തത്തിൽ വരുന്നുണ്ട്. അപ്പം ഞാൻ റിഫ്ലക്ഷനെ തൽക്കാലം ഹൈഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഫംഗ്ഷനെ 1 1 ആക്കാൻ പോവാണ്. 1 1 അല്ലാത്തതിന് കാരണം ഇവിടെ മുതൽ അങ്ങോട്ട് ഇത് ആക്ച്വലി 0 എന്ന് പറയുന്ന ഈ ഒരു ലൈൻ, അതായത് വൈ ആക്സിസിന് സിമെട്രിക് ആയിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് എന്ത് മതി, ഒരു പീസ് മതി. അതായത് ഞാൻ വീണ്ടും എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ ഇവിടെ കൊടുക്കാൻ പോവാണ്. കാരണം ആ റെസ്ട്രിക്ഷൻ കൊടുത്താൽ പിന്നെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഗ്രാഫ് മാത്രമേ കിട്ടുള്ളൂ. സോ ഞാൻ ഫംഗ്ഷന് റെസ്ട്രിക്ഷൻ കൊടുക്കുകയാണ്. എന്താണ് റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്, ഫംഗ്ഷൻ അല്ല അല്ലേ, നമ്മുടെ ഇൻവേഴ്സിനാണ് ഞാൻ റെസ്ട്രിക്ഷൻ കൊടുക്കേണ്ടത്. സോ ഇൻവേർട്ട് എഫിന്റെ കൂടെ ഞാൻ എന്ത് കൊടുക്കുകയാണ്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുകയാണ്. യെസ്, ഓക്കെ. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ ഇൻവേഴ്സ് ഫംഗ്ഷൻ കറക്റ്റ് ആയിട്ട് എന്ത് വന്നിട്ടുണ്ട്, 1 1 ആയിട്ടുള്ള ഒരു ഫംഗ്ഷനായി മാറിയിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ എച്ച് ഓഫ് എക്സ്, അതായത് ഇതാണ് നമ്മുടെ മിറർ ഇമേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. റിഫ്ലക്ഷൻ വയലറ്റ് കളർ, റിഫ്ലക്ഷൻ ഹൈഡ് ചെയ്താൽ ഫംഗ്ഷൻ ഇൻവേഴ്സ് ബ്ലൂ കളറിൽ എക്സാക്ട്ലി കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു 1 1 on 2 പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ അല്ലാണ്ടാവുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇൻവേഴ്സിൽ ചേഞ്ചസ് വരുത്തി റെസ്ട്രിക്ഷൻ കൊടുത്തിട്ട് എക്സാക്ട്ലി നമുക്ക് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ മിറർ ഇമേജ് ആയിട്ട് കിട്ടുന്നുണ്ട്. സോ ഇതാണ് സെക്കൻഡ് കേസ് ആയിട്ട് വരുന്നത്. ഇവിടെ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫംഗ്ഷന്റെ എക്സ് വാല്യൂസ് ആണ്. സോ ഫംഗ്ഷൻ ഇവിടെ -2 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസ് ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം ക്ലോസ്ഡ് -2 to ഇൻഫിനിറ്റി ആണ് ഡൊമൈൻ എന്ന് പറയുന്നത്. റേഞ്ച് എന്താണ്, റേഞ്ച് എന്ന് പറയുന്നത്
ആക്ച്വലി ഈ ഒരു വാല്യൂ 0 മുതൽ ഇൻഫിനിറ്റി വരെ, അതായത് ഫംഗ്ഷൻ എടുക്കുന്ന ഏറ്റവും ചെറിയ y വാല്യൂ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ടു 0 ആണ്. സോ 0 മുതൽ ഇൻഫിനിറ്റി വരെ ക്ലോസ്ഡ് 0 ഇൻഫിനിറ്റി ആണ് ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവേഴ്സിന്റെ ഡൊമൈനും റേഞ്ചും ചോദിച്ചാൽ നമുക്ക് തിരിച്ചു പറഞ്ഞാൽ മതി, ഫംഗ്ഷന്റെ റേഞ്ച് ആയിരിക്കും ഇൻവേഴ്സിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത്, തിരിച്ച് ഫംഗ്ഷന്റെ ഡൊമൈൻ ആയിരിക്കും ഇൻവേഴ്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. അതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇൻവേഴ്സിന്റെ കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇൻവേഴ്സിന്റെ കേസിൽ ഡൊമൈൻ എന്ന് പറയുന്നത് 0 to infinity ആണ്, റേഞ്ച് എന്ന് പറയുന്നത് -2 to infinity ആണ്. ജസ്റ്റ് റിവേഴ്സ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇൻവേഴ്സിന്റെ ഗ്രാഫ് നോക്കിയാലും ഇത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുക. ഇൻവേഴ്സിന്റെ ഗ്രാഫ് നോക്കിയാലും സെയിം കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇതാണ് ഇൻവേഴ്സിന്റെ ഗ്രാഫ്. അപ്പോൾ ഇവിടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ y വാല്യൂ -2 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. ആൻഡ് എക്സ് വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ് എക്സ് വാല്യൂസ്, അതായത് ഡൊമൈൻ എന്ന് പറയുന്നത് 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. സോ എനിവേസ് എഫിന്റെ അല്ലെങ്കിൽ എഫ് ഇൻവേഴ്സിന്റെ ഡൊമൈനും റേഞ്ചും ചോദിച്ചാൽ നിങ്ങൾക്ക് ആ ഗ്രാഫിൽ നിന്നത് എഴുതാൻ വേണ്ടി പറ്റണം. അടുത്തതായിട്ട് തന്നിട്ടുള്ള ഫംഗ്ഷൻ 3x² - 12x + 15 ആണ്. നമുക്ക് ആൾജിബ്രിക്കലി ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യാം, കാരണം ഈ ഒരു ഫംഗ്ഷൻ 2x വരുന്ന ഫംഗ്ഷൻ ആണ്. ഇതൊരിക്കലും നമുക്ക് ഇൻവേർട്ട് എഫ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്ത് ഡയറക്റ്റ് കിട്ടില്ല. വേറെ കുറച്ച് കമാൻഡ്സ് ഉണ്ട്, നമുക്ക് അതിലേക്കൊന്നും പോകണ്ട. നമുക്ക് എന്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം. നമുക്കത് ആൾജിബ്രിക്കലി ഫൈൻഡ് ചെയ്യാം. അപ്പോൾ 3x² - 12x + 5ന്റെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് അറിയുള്ളൂ ചെയ്യുക. യെസ്, നോക്കിക്കേ, ഇതാണ് ഫംഗ്ഷൻ 3x² - 12x + 15. അത് നമ്മൾ 3 കോമൺ ആയിട്ട് എടുത്തു, 3 × x² - 4x + 15. ഇനി ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കുക, എന്താ പറയുക, ആ ഒരു മെത്തേഡാണ് നമ്മൾ ചെയ്യുക. സോ 3 × x² - 4x സ്ക്വയർ കംപ്ലീഷൻ ആണ് കേട്ടോ ചെയ്യുന്നത്. 4ന്റെ ഹാഫ് എടുക്കുക, അതായത് എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ ഹാഫ് എടുക്കുക, അതിന്റെ സ്ക്വയർ എടുക്കുക. സോ -2ന്റെ സ്ക്വയർ 4 ആണ്, 4 നമ്മൾ ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. ഇവിടെയുള്ള 5 ഒക്കെ നമ്മൾ അവിടെ തന്നെ കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ x - 2 ഹോൾ സ്ക്വയർ + 1 ഫോമിലേക്ക് മാറ്റുന്നു. പിന്നെ റീഅറേഞ്ച്മെന്റുകളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. y/3 = x - 2 ഹോൾ സ്ക്വയർ + 1, 1നെ ലെഫ്റ്റിലേക്ക് എടുക്കുന്നു. അങ്ങനെ ഫൈനലി നമുക്ക് x = എന്ന് പറഞ്ഞ് y യുടെ ടേമിൽ കിട്ടണം. സോ x √y - 3/3 + 2 എന്ന് നമുക്ക് കിട്ടി. ആ y-ക്ക് പകരം x എന്ന് കൊടുത്താൽ f ഇൻവേഴ്സ് ഓഫ് x ആയി. സോ √(x - 3/3 + 2) ആണ് f ഇൻവേഴ്സ് ഓഫ് x. അപ്പോൾ ഒറിജിനൽ ഫംഗ്ഷൻ എന്ന് പറയുന്നതും അതേപോലെ f ഇൻവേഴ്സ് ഓഫ് x നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഒറിജിനൽ ഫംഗ്ഷൻ 3x² - 12x + 15 ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് 3x² - 12x + 15 കൊടുക്കാം. ഓക്കെ, അപ്പോൾ f of x ഞാൻ വീണ്ടും എഡിറ്റ് ചെയ്യാണ്. f of x = 3x² - 12x + 15. സോ ഇതാണ് നമ്മുടെ ഫംഗ്ഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് ഇതിന്റെ മിറർ ഇമേജ് ആയിട്ട് ആക്ച്വലി ഇവിടെ h of x ആണല്ലേ കാണുന്നത്. h of x = x² - അതിന്റെ ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല. സോ h of x നമ്മൾ ഒഴിവാക്കി. f of x എന്ന് പറയുന്ന ഫംഗ്ഷന്റെ മിറർ ഇമേജ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ യെസ്, ഇതാണ് മിറർ ഇമേജ് എന്ന് പറയുന്നത്. പക്ഷേ പ്രശ്നമുണ്ട്, ഫംഗ്ഷൻ 1 അല്ല. അതേപോലെ മിറർ ഇമേജ് എടുക്കുമ്പോൾ അതെന്തല്ല, ഫംഗ്ഷനേ അല്ല, കാരണം ഒരു പോയിന്റിൽ തന്നെ 2 y വാല്യൂസ് ഒക്കെ വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം, റെസ്ട്രിക്ഷൻ കൊടുക്കണം. എങ്ങനെയാണ് റെസ്ട്രിക്ഷൻ കൊടുക്കുക, ഈ ഫംഗ്ഷൻ 1 അല്ലാത്തതിന്റെ കാരണം ഈ ഒരു ബെൻഡ് ആണ് അല്ലെ, ഈ ബെൻഡിൽ നിന്ന് കറക്റ്റ് ആയിട്ട് ഫംഗ്ഷൻ പിന്നെയും റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു ബെൻഡ് വരുന്നത് 2 എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. നമുക്ക് എന്ത് ചെയ്യാം, x > or = 2 എന്ന് പറഞ്ഞ് റെസ്ട്രിക്ഷൻ കൊടുക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു ഒറ്റ പീസ് 1 ആയിട്ട് നമുക്കിത് മാറി കിട്ടും. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എന്ത് കൊടുക്കുകയാണ്, x > or = 2 എന്നുള്ള കമാൻഡ് കൂടി കൊടുക്കുകയാണ്. സോ x > or = 2. ഇനി നോക്കിക്കേ, ഫംഗ്ഷൻ 1 ആയോ? യെസ്, ഫംഗ്ഷൻ 1 ആയി. അതുകൊണ്ട് തന്നെ നമ്മുടെ എന്തെന്ന് പറയുന്നത് റിഫ്ലക്ഷനും കറക്റ്റ് ആയിട്ട് ഫംഗ്ഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഫും എഫ് ഡാഷും കിട്ടി. ഇനി നമ്മൾ ഫൈൻഡ് ചെയ്ത ഇൻവേഴ്സും ഈ പറയുന്ന റിഫ്ലക്ഷനും സെയിം ആണോ എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ h of x ന് പകരം നമ്മുടെ ഇൻവേർട്ട് എഫ് ആണ് അല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, പുതിയൊരു ഫംഗ്ഷൻ ഇൻപുട്ട് തന്നെ ചെയ്യാം. സോ എന്തായിരുന്നു നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എക്സാക്ട്ലി സെയിം ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സോ നമ്മൾ ഫൈൻഡ് ചെയ്ത ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇറ്റ് ഈസ് √(x - 3/3 + 2). സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ x - 3/3 ആണ് +2. അപ്പോൾ ഇവിടെ നമ്മൾ സ്ക്വയർ റൂട്ട് SQRT ഓഫ് √(x - 3/3) ആണല്ലേ. സോ ഒരു ബ്രാക്കറ്റ് കൂടി ഞാൻ കൊടുക്കുകയാണ്, x - 3/3 +3. അപ്പോൾ ഇതാണ് -3 ആണല്ലേ, -3. അയ്യോ അല്ലേ, √(x - 3/3 +3 ആയിരുന്നു -3 ആയിരുന്നു, എന്തായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ, സ്ക്വയർ √(x - 3/3 + 2) ആയിരുന്നു അല്ലേ. യെസ്, പ്രശ്നമാണ്. സ്ക്വയർ √(SQRT (x - 3) നമ്മൾ ബ്രാക്കറ്റ് കൊടുക്കണം കേട്ടോ, എങ്കിലേ x - 3/3 ഒന്നിച്ച് വരുള്ളൂ.
പ്ലസ് ടു എന്നുള്ളത് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. 3ക്ക് പകരം 2 എന്ന് കൊടുക്കുക. യെസ്, ഇപ്പൊ നോക്കിക്കേ, ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് ഈ ഓറഞ്ച് കളറിൽ കാണുന്നത് കേട്ടോ. ഇത് ഞാൻ ഹൈഡ് ചെയ്താൽ നമ്മുടെ റിഫ്ലക്ഷൻ ഫംഗ്ഷൻ കാണാം. അതേപോലെ റിഫ്ലക്ഷൻ ഫംഗ്ഷൻ ഞാൻ ഹൈഡ് ചെയ്താൽ ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ എന്ത് കാണാം, നമ്മുടെ ഇൻവേഴ്സ് ഫംഗ്ഷൻ കാണാം. അങ്ങനെ നമ്മൾ മാനുവലി ഫൈൻഡ് ചെയ്ത ഇൻവേഴ്സും നമ്മുടെ റിഫ്ലക്ഷനും ഇപ്പോൾ മാച്ച് ആയിട്ട് വരുന്നുണ്ട്. വിച്ച് മീൻസ് നമുക്കിപ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ട് എങ്ങനെയാണ് ഇതിനെ കൺവേർട്ട് ചെയ്യുക, എങ്ങനെയാണ് ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ്റെയും ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്തു. ഇവിടെ ഇതേപോലെ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ എടുക്കുന്ന എക്സ് വാല്യൂസ് ആണ്. ഫംഗ്ഷന്റെ എക്സ് വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 2ൽ നിന്നാണ്. സോ ക്ലോസ്ഡ് 2 to infinity ആയിരിക്കും ഡൊമൈൻ എന്ന് പറയുന്നത്. ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ എടുക്കുന്ന വൈ വാല്യൂസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും 3 മുതൽ അങ്ങോട്ടാണ് വൈ വാല്യൂസ് വരുന്നത്. സോ ക്ലോസ്ഡ് 3 to infinity ആണ് റേഞ്ച് ആയിട്ട് വരിക. അത് തിരിച്ചാൽ നമുക്ക് ഫംഗ്ഷന്റെ ഇൻവേഴ്സിന്റെ ഡൊമൈനും റേഞ്ചും കിട്ടും. അതായത് 3 മുതൽ ഇൻഫിനിറ്റി വരെ ഫംഗ്ഷന്റെ ഡൊമൈൻ ആയിട്ട് കിട്ടും. നോക്കിക്കേ, 3 മുതൽ ഇൻഫിനിറ്റി വരെയാണ് റേഞ്ച് ആയിട്ട് കിട്ടുക. എന്താണ് ഫംഗ്ഷന്റെ വൈ വാല്യൂസ് 2 മുതൽ ഇൻഫിനിറ്റി വരെയാണ് പോകുന്നത്. സോ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ചെയ്താൽ ഫംഗ്ഷന്റെ ഇൻവേഴ്സിന്റെ ഡൊമൈനും റേഞ്ചും കിട്ടും. ഇനി ഫൈനലി ഒരു ഫംഗ്ഷൻ കൂടി നമുക്ക് ഡീൽ ചെയ്യാനുണ്ട്. ദാറ്റ് ഈസ് y is equal to x by x plus 2. അപ്പോൾ നമ്മൾ ആദ്യം മാനുവലി xy plus 2y is equal to x, 2y is equal to x minus xy, x is equal to 2y by 1 minus y, അതായത് f inverse of x is equal to 2x by 1 minus x എന്നൊക്കെ പറഞ്ഞ് ഫംഗ്ഷൻ ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഫംഗ്ഷന് നമുക്ക് എന്ത് ചെയ്യാം, ഇതേ ഫംഗ്ഷൻ ആണോ റിഫ്ലക്ഷൻ ആയിട്ട് വരുന്നത് എന്നൊക്കെ ചെക്ക് ചെയ്യാം. സോ അതിനുവേണ്ടി നമ്മൾ ഇനിയും ഫംഗ്ഷൻ മാറ്റി കൊടുക്കാൻ പോവാണ്. എക്സ് ബൈ എക്സ് പ്ലസ് 2 ഇൻവേഴ്സ് ഇവിടെ ഉണ്ട്, നമുക്കത് എടുക്കാം. സോ ഫംഗ്ഷൻ നമ്മൾ വീണ്ടും മാറ്റി കൊടുക്കുകയാണ്, എക്സ് ബൈ എക്സ് പ്ലസ് 2. സോ എക്സ് ബൈ ബ്രാക്കറ്റിൽ നമുക്ക് എക്സ് പ്ലസ് 2 എന്ന് കൊടുക്കുക കേട്ടോ. സോ യാ, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇതാണ് അപ്പോൾ ഫംഗ്ഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എക്സ് ബൈ എക്സ് പ്ലസ് 2 നമ്മൾ വരച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്ക് ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് റിഫ്ലക്ഷൻ നമുക്ക് എടുത്തു നോക്കാം. സോ വാട്ട് ഇസ് റിഫ്ലക്ഷൻ നോക്കിക്കേ, റിഫ്ലക്ഷൻ ആയിട്ട് കറക്റ്റ് ഈ ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് നമുക്ക് വരുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഓറഞ്ച് വരുന്നത് ആക്ച്വലി ക്യൂ ഓഫ് എക്സ് ആണ് അല്ലേ. അത് നമുക്ക് ഹൈഡ് ചെയ്യാം, പ്രീവിയസ് ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ആയിരുന്നു. ഇനി നമുക്ക് പുതിയ ഇൻവേഴ്സ്, നമ്മുടെ ഈ ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് നമുക്ക് കൊടുക്കാം. എന്താ നമുക്ക് ഇൻവേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്, നമുക്ക് 2x by 1 minus x ആണ് ഇൻവേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്യാൻ പോവാം കേട്ടോ. സോ 2x by 1 minus x, ഇതാണ് നമ്മുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. യെസ്, എൻ്റർ ചെയ്തൊക്കെ നോക്കിക്കേ, എക്സാക്ട്ലി സെയിം ആണ്. നമ്മുടെ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നതും റിഫ്ലക്ഷനും നമുക്ക് എക്സാക്ട്ലി സെയിം ആയിട്ട് കിട്ടി. നോക്കിക്കേ, ഞാൻ ഈ ഇൻവേഴ്സ് ഹൈഡ് ചെയ്താൽ റിഫ്ലക്ഷൻ നിങ്ങൾക്ക് കാണാം. ഇനി ഇൻവേഴ്സ് വെച്ച് ഞാൻ റിഫ്ലക്ഷൻ ഹൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കാണാം, ഇൻവേഴ്സ് കാണാം. രണ്ടും എക്സാക്ട്ലി സെയിം ആണ്, കോയിൻസൈഡിങ് ആണ്. സോ നമ്മൾ ഫംഗ്ഷന്റെ എന്ത് ഫൈൻഡ് ചെയ്തു, ഇൻവേഴ്സ് അതേപോലെ ഇവിടെ ഫൈൻഡ് ചെയ്തു കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ലാബിൽ ചെയ്യാനുള്ളത് ആക്ച്വലി. സോ നമ്മൾ ഓരോ ഫംഗ്ഷന്റെയും ഇൻവേഴ്സ് എങ്ങനെ ഫൈൻഡ് ചെയ്യാം, റിഫ്ലക്ഷൻ വെച്ച് അതെങ്ങനെ കമ്പയർ ചെയ്യാം, അതേപോലെ 1 1 on 2 അല്ലാത്ത കേസസിന് എങ്ങനെ സോൾവ് ചെയ്യാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. റെസ്ട്രിക്ഷൻ കൊടുക്കേണ്ട കേസസിൽ റെസ്ട്രിക്ഷൻ കൊടുത്തു. സോ 0.1 2 3 ആയിട്ട് നമ്മൾ 3 കേസസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാ കേസും ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കുക. പ്രത്യേകിച്ച് തേർഡ് കേസ്, എഫ് ഇൻവേഴ്സിന്റെ കേസാണ് കുറച്ചുകൂടി ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുക. കാരണം അവിടെ നമ്മൾ ഫൈൻഡ് ആൾജിബ്രിക്കലി നമ്മൾ ഇൻവേഴ്സിനെ ഫൈൻഡ് ചെയ്യുന്ന കേസൊക്കെ ഇപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ കേസൊന്നും നമ്മളൊരു ബോർഡ് എക്സാം ലെവലിൽ ചിലപ്പോൾ ചെയ്ത് നോക്കണമെന്നില്ല. സോ അതിവിടെ ഒന്ന് ചെയ്ത് പഠിക്കാനുണ്ടാവും. അങ്ങനത്തെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ചെയ്ത് പഠിക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ലാബുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഓക്കേടാ, താങ്ക് യു സോ മച്ച്. നമുക്ക് മറ്റൊരു ലാബും ലൈവും ഒക്കെ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.